My humble pranams at the lotus feet of my Guru and my Lord. ഭഗവത്ഗീത എന്ന മഹത് ഗ്രന്ഥം, അതായത് ഭഗവാൻ നാരായണൻ നേരിട്ട് മനുഷ്യരോട് ഉപദേശിക്കുന്ന ഏറ്റവും പരമ പാവനമായ ഗ്രന്ഥത്തെക്കുറിച്ച് ലളിതമായ ഒരു വിചിന്തനമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പലപ്പോഴും ഭഗവത്ഗീതയെക്കുറിച്ച് പല ഭക്തരും പറയാറുണ്ട്, അത് വളരെ നമ്മൾക്ക് മനസ്സിലാവാത്തൊരു ഗ്രന്ഥമല്ലേ, അതിൻ്റെ തത്വങ്ങളൊക്കെ സാധാരണ ബുദ്ധികൾക്ക് ഗ്രഹിക്കാനാവുമോ? അതിലാകെ മനസ്സിലാകുന്നത് പലപ്പോഴും ആളുകൾ പറയും അർജുനൻ്റെ വിഷാദമാണ്. പിന്നെ ഭഗവാൻ വീണ്ടും വീണ്ടും അവതരിക്കുന്നു എന്നുള്ള ആ പ്രോമിസും. അങ്ങനെ വളരെ കുറച്ച് ശ്ലോകങ്ങൾ ഒഴിച്ചാൽ ഭഗവത്ഗീതയെ എല്ലാവരും ആദരവോടെ കാണുന്നുണ്ടെങ്കിലും ഒരല്പം സങ്കോചത്തോടെ ഭയത്തോടെയുമാണ് കാണുന്നത്. കാരണം അതിലെ ആശയങ്ങൾ വളരെ ഗഹനമാണെന്നും സാധാരണ മനുഷ്യന് ഗ്രഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്നും ആണ് എല്ലാവരുടെയും ധാരണ. പക്ഷേ അത് ആദ്യം നമ്മൾ നോക്കുമ്പോൾ അത് വളരെ കഠിനമേറിയതാണെന്ന് തോന്നുമെങ്കിലും ഗീതാകാരൻ്റെ മനസ്സിലൂടെ ഗീതാകാരനോടുള്ള അദമ്യമായ പ്രേമത്തിൻ്റെ കണ്ണുകളോടെ നമ്മളതിനെ സമീപിക്കുമ്പോൾ ഇതിൽ സാമാന്യ ജനങ്ങൾക്ക് വേണ്ട പൊതുവായ തത്വങ്ങൾ തന്നെയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ അതെങ്ങനെ സാധാരണ മനുഷ്യന് അപ്രാപ്യമാകും? തീർച്ചയായും ഒരിക്കലും സംഭവിക്കില്ല. ഭഗവാൻ നാരായണൻ നരസഖനാണ്. സാധാരണ മനുഷ്യന് ഏറ്റവും സൗഹൃദഭാവത്തിൽ സ്നേഹഭാവത്തിൽ വർത്തിക്കുന്ന ഭഗവാന് നമ്മൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന എന്തെങ്കിലും പറയുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഭഗവാൻ തൻ്റെ മധുരവാണികളിൽ മാധുര്യവും സൗന്ദര്യവും ലാളിത്യവും നിറച്ച് തന്നെയാണ് ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നത്. അതിൽ ചിലപ്പോൾ ചില വാക്കുകളോ അല്ലെങ്കിൽ ചില പ്രയോഗങ്ങളോ ഒക്കെ നമുക്ക് അപ്രാപ്യമെന്ന് തോന്നിയേക്കാം ആദ്യം വായിക്കുമ്പോൾ. പക്ഷേ അത് മധുരമായ ഒരു സംഗീതമാണ്. അത് കൂടുതൽ അറിയും തോറും അതിൽ ഓരോ ശ്ലോകങ്ങളും നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ വഴികാട്ടിയായി തോന്നും. കാരണം അതിലെ ഓരോ ശ്ലോകങ്ങളും ജീവിതത്തിൻ്റെ ഒരു മാർഗനിർദ്ദേശമാണ്. ഇതിൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന അർജുന വിഷാദയോഗത്തെ നമ്മൾ അർജുനനെയൊക്കെ അദ്ദേഹം മമത കൊണ്ട് മാത്രമാണ് കരഞ്ഞതെന്നും അല്ലെ യുദ്ധഭീതിയിലാണ് കരഞ്ഞതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഒരുപാട് വിശിഷ്ട ഗുണങ്ങളുള്ള ആളായിരുന്നു അർജുനൻ. ഭഗവാനോട് പരമപ്രേമവും പ്രീതിയും സൗഹൃദവുമുള്ള വളരെ ഉയർന്ന ഒരു മനസ്സുള്ളതാണ് ഒരു ശ്രേഷ്ഠനായ ക്ഷത്രിയൻ. അതായത് ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നവർ. അപ്പോൾ ഇത്രയും നല്ലൊരാൾ പക്ഷേ യുദ്ധഭൂമിയിൽ തളർന്നു പോവുകയാണ്. കാരണം അതൊരു സാധാരണ യുദ്ധമായിരുന്നില്ല. അന്ന് മഹാഭാരത യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഭാരതത്തിലെ 3/4 രാജ്യങ്ങളിലെ രാജാക്കന്മാർ പങ്കെടുത്തുവെന്നും ഓരോ കുടുംബത്തിലെ ഒരു പുരുഷനെങ്കിലും പങ്കെടുത്തുവെന്നുമാണ്. അതിൽ അർജുനൻ്റെ സ്വന്തം ജീവഭയം ആയിരുന്നില്ല ആ വിഷാദയോഗത്തിൽ പറഞ്ഞത്. അയാൾ മരണത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ അയാളെ ആ മരണത്തിനെക്കുറിച്ച് ബോധവാനാക്കിയത് ഈ യുദ്ധത്തിൽ നടക്കാൻ പോകുന്ന ഭീകരമായ മരണത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് അയാളിൽ തിരിച്ചറിവുണ്ടാകുന്നത് അയാളുടെ പ്രിയപ്പെട്ടവർ എതിർവശത്ത് നിൽക്കുന്നത് കാണുമ്പോഴാണ്. നമ്മളൊക്കെ ഇങ്ങനെയാണ്. തിരിച്ചറിവുകൾ വരുന്നത് നമുക്ക് പ്രിയപ്പെട്ടത് എന്തെങ്കിലും നഷ്ടമാകും അല്ലെ നമ്മൾക്ക് അപ്രാപ്യമാകും എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഒരു ഞെട്ടലോട് പലതും തിരിച്ചറിയുക. ഇത് തന്നെയാണ് അർജുനന് സംഭവിച്ചത്. അത്രയും നേരം ശത്രു സംഹാരത്തിന് ഏറ്റവും അധികം ആയുധങ്ങളും സന്നാഹങ്ങളും മനോവീര്യവും കൊണ്ട് നിന്ന അർജുനൻ പക്ഷേ എതിർവശത്ത് കാണുന്ന ഗുരുക്കന്മാരെ ആചാര്യന്മാരെ കണ്ട് വികാരാധീനനായി പോകുന്നു. ഈ യുദ്ധം ആവശ്യമുണ്ടോ? ഇതിലെനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് പോലും തോന്നുന്നു. ഇവിടെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇത്രയും കാരുണ്യം കൊണ്ട് നിറഞ്ഞ ആ ക്ഷത്രിയൻ്റെ മനസ്സിനെ വീണ്ടും യുദ്ധത്തിലേക്ക് ഭഗവാൻ എന്തിനാണ് ഉപദേശങ്ങൾ കൊണ്ട് തിരിച്ചുവിട്ടതെന്ന്.
അർജുനൻ ഒരു സാധാരണ വ്യക്തിയായിട്ടല്ല യുദ്ധഭൂമിയിൽ നിൽക്കുന്നത്, ഒരു യോദ്ധാവായിട്ടാണ്, ഒരു കമാൻഡർ ഇൻ ചീഫായിട്ടാണ്. ഒരു യുദ്ധഭൂമിയിൽ 2 രാജ്യക്കാർ പങ്കെടുക്കുമ്പോൾ ഒരു രാജ്യത്തെ യുദ്ധഭൂമിയിൽ എത്തിയതിന് ശേഷം ഒരാൾ പറയുകയാണ്, അപ്പുറത്ത് നിൽക്കുന്നവരൊക്കെ എൻ്റെ ബന്ധുക്കളാണ്, ഞാൻ പോരാടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ യുദ്ധം ഒഴിവാക്കാൻ പറ്റില്ല. ആ യുദ്ധം ഒരു കോലാഹലമായി തീരും. കാരണം ആയുധങ്ങളും യുദ്ധം ചെയ്യാനുള്ള മനസ്സുമായി ലക്ഷക്കണക്കിന് ആളുകൾ നിരന്ന് നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാം എന്ത് സംഭവിക്കുമെന്ന്. അവിടെ ഒരു അധർമ്മം നിറഞ്ഞ യുദ്ധം നടക്കും. അവിടെ ജയിക്കാൻ പാടില്ലാത്തവർ ജയിക്കും, മരിക്കാൻ പാടില്ലാത്തവർ മരിക്കും. അങ്ങനെ ഒരു സംവിധാനം ഒഴിവാക്കാനാണ്. എന്തുകൊണ്ട് നീ ഇത് നേരത്തെ ചിന്തിച്ചില്ല എന്ന ഒരു ഗൂഢമായ ചോദ്യം ഭഗവാന്റെ മനസ്സിലുണ്ട്. അന്ന് നീ യുദ്ധത്തെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു, നീ ആവേശത്തോടാണ് കണ്ടത്. കാരണം ശത്രുക്കളെ ജയിക്കുന്ന ഒരു യോദ്ധാവിൻ്റെ പരിപൂർണമായ ആവേശം അർജുനനുണ്ടായിരുന്നു. പക്ഷേ അത് കാരുണ്യത്തിന് വഴിമാറിയത് എപ്പോഴാണ്? തൻ്റെ ആചാര്യന്മാർ, താൻ ഏറ്റവും അധികം ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന തൻ്റെ ആചാര്യന്മാരുടെ മുഖം കാണുമ്പോഴാണ്. അവർ തന്നോട് എതിരിടുന്നു എന്ന ചിന്ത അയാളെ തളർത്തിക്കളയുന്നു. അങ്ങനെയാണ് അയാൾ വിഷാദ യോഗത്തിലേക്ക് ഭഗവാനോട് ഈ വിഷാദം പറയുന്നതും ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറയുന്നതും. അപ്പോഴാണ് അയാൾ പങ്കെടുക്കാൻ പോകുന്ന യുദ്ധത്തിൽ ഇത്രയും വലിയൊരു മരണത്തിൻ്റെ വ്യാപ്തിയുണ്ടെന്ന് അയാൾ തിരിച്ചറിയുന്നത്. അതിൽ തൻ്റെ മക്കളുടെ സ്ഥാനത്തുള്ളവർ, കൊച്ചുമക്കൾ, സുഹൃത്തുക്കൾ, അമ്മാവന്മാർ, പലരും, ബന്ധുക്കൾ, ആചാര്യന്മാർ ഒക്കെ മരിക്കും. എന്തായാലും ഈ യുദ്ധത്തിൽ ലക്ഷോപലക്ഷം പേർ മരിക്കുമെന്ന് ഭഗവാൻ അറിയാം. കാരണം എല്ലാം വില്ലാളി വീരന്മാരാണ്. ഒരിക്കലും യുദ്ധം പെട്ടെന്ന് തീരാൻ പോകുന്നില്ല. യുദ്ധത്തിൽ അവസാനം വരെ പൊരുതുമെന്ന് അറിയാം. അപ്പോൾ ഭഗവാൻ എന്താണ് ആദ്യം ചെയ്തത്? ഭഗവാൻ അർജുനനോട് ആര്യന്മാർക്ക് ചേരാത്ത ഈ മൗഢ്യം നിനക്ക് എങ്ങനെ വന്നു ചേർന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യം ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാംഖ്യയോഗം കണ്ട് ഭയക്കുന്നു. ഇതെന്താണ്? ആത്മാവിനെക്കുറിച്ചാണോ? ഒരാൾ വിഷമിക്കുമ്പോൾ സത്യമായും, കാരണം മരണത്തെക്കുറിച്ച് വിഷമിക്കുന്ന ഒരാളിന്, അതായത് ഒരു വലിയ മരണത്തിൻ്റെ ഒരു വലിയ കോലാഹലം നടക്കാൻ പോകുന്നു, അതിൽ വിഷമിക്കുന്ന ഒരാളോട് മരണത്തിൻ്റെ അപ്പുറത്ത് എന്താ എന്നുള്ള അറിവല്ലേ പകർന്നു നൽകാൻ കഴിയും. ഈ മരണത്തെ, ലക്ഷോപലക്ഷം ആളുകളുടെ മരണത്തെ ഒരിക്കലും ഇനിയും തടയാനാകില്ലാത്ത ഒരു സന്ദർഭത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനിയും മരണത്തിനപ്പുറത്ത് ജീവിതത്തിൻ്റെ തുടർച്ചയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ആ സത്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മരണം കണ്ട് ഭയക്കേണ്ട അർജുന എന്ന് പറയുകയാണ്. ആദ്യം ചെയ്യുന്നത് ഏറ്റവും പരമമായ അറിവ് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ പലപ്പോഴും വേദനിക്കുന്നതും മൗഢ്യം വിചാരിക്കുന്നതും തളർന്നു പോകുന്നതും അറിവില്ലാത്തതുകൊണ്ടാണ്. ആ സാഹചര്യത്തെക്കുറിച്ച് ശരിയായ തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ ഭഗവാൻ പറയുന്ന ഒരു വാക്കുണ്ട്, നീയോ ഞാനോ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, ഇനി ഒരിക്കലും ഉണ്ടാവാതിരിക്കുകയുമില്ല. അതായത് ഈ മരണം ഒരു ചെറിയ ഒരു ഫുൾ സ്റ്റോപ്പ്, ഒരു കോമ മാത്രമാണ്. ഇതിനപ്പുറത്ത് ജീവിതമുണ്ട്. പണ്ടും നമ്മളുണ്ടായിരുന്നു, ഇനി ഈ രാജാക്കന്മാരും എല്ലാവരും ഉണ്ടാവും. മരണത്തെ ഓർത്ത് ഭയക്കേണ്ട. ശരീരമാണ് മരിക്കുന്നത്. ജീർണിച്ച വസ്ത്രങ്ങൾ മാറി പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെ ഈ മരണത്തിന് ശേഷം ഇവരൊക്കെ പുനർജനിക്കും. അതുകൊണ്ട് നീ മരണത്തെ കണ്ട് ഭയക്കേണ്ട. എത്ര മനോഹരമായ ഒരു അറിവാണ് ഭഗവാൻ കൊടുത്തത്. മരണത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്നവനോട് സർവേശ്വരന് പറയാനുള്ള ഏറ്റവും മനോഹരമായ സന്ദേശമാണ് ഭഗവാൻ സാഖ്യയോഗത്തിൽ പറഞ്ഞത്. നമ്മൾ സംസ്കൃത ഭാഷ കണ്ട് അന്ധാളിക്കുന്നു, അതിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ട് വായിച്ചിട്ട് ഇതൊന്നും മനസ്സിലാവുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷേ അതിൻ്റെ സാരാംശം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാൻ എന്താ പറഞ്ഞത്? മരണം ഒരു ഒടുക്കമല്ല. ഈ ആത്മാവ് എത്രയോ ശരീരങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ഈ മരണത്തിന് ശേഷം അത് മറ്റൊരു അനുഭവ തലത്തിലേക്ക് പോകും. നമ്മളുടെ സാധാരണ മനുഷ്യൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മറ്റ് ലോകങ്ങളിലെത്തി, അത് പിതൃലോകമാകാം, വീരസ്വർഗമാകാം, അതിൻ്റെ പ്രവൃത്തികളുടെ ഫലമനുസരിച്ചുള്ള
ഏതെങ്കിലും ഒരു ലോകത്തെത്തി വിശ്രമിച്ചതിന് ശേഷം അതിൻ്റെ സമയമാകുമ്പോൾ ചിലപ്പോൾ വീണ്ടും ജന്മമെടുക്കാം. അതുകൊണ്ട് മരണം കണ്ട് ഭയക്കേണ്ട അർജുന എന്ന മനോഹരമായ സന്ദേശമാണ് ഭഗവാൻ സാഖ്യയോഗത്തിൽ പറഞ്ഞത്. ഈ ഒരു ചിന്ത തന്നെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും ഭഗവാൻ എത്ര കാരുണ്യവാനാണ്, എത്ര മനോഹരമായിട്ടൊരാളെ ആശ്വസിപ്പിക്കാൻ ഭഗവാൻ അറിയാം. നമ്മളാണ് ഒന്നില്ല ദുഃഖത്തെ ഇരട്ടിപ്പിക്കുന്ന രീതിയിൽ സഹതാപം കൊണ്ടോ പക്ഷേ ഒക്കെ അയാളോട് സംസാരിക്കും. പക്ഷെ ഭഗവാൻ അറിവിൻ്റെ നിറകുടമായ ഈ സർവ്വലോകത്തിൻ്റെയും ഈ അണിയറയ്ക്ക് പിന്നിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുന്ന സർവജ്ഞനായ സർവേശ്വരൻ തൻ്റെ സർവജ്ഞത്വം തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് ആരും മരണത്തെ കണ്ട് ഭയക്കണ്ട. ഈ ലക്ഷോപലക്ഷം ആളുകൾ ഈ യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുന്ന മലകൾ പോലെ മൃതദേഹങ്ങൾ, നദികൾ പോലെ ഒഴുകുന്ന ചോരപ്പുഴകൾ ഇനിയും കാണാനുള്ള അർജുനന് ഇതിലും വലിയ ശക്തമായ ഒരു താങ്ങ് ആ മനസ്സിന് കൊടുക്കാൻ എന്താണുള്ളത്? ഇങ്ങനെ സാഖ്യയോഗത്തെ നമ്മളും മനസ്സിലാക്കിയാൽ ഏത് ദുരിത സാഹചര്യത്തിലും ആ സാഹചര്യത്തിൻ്റെ പൂർണ്ണമായ ഒരു തിരിച്ചറിവ്, ഒരു അവബോധം വരുമ്പോൾ നമുക്ക് അതിനെ കൂടുതൽ എളുപ്പത്തിൽ സ്വീകരിക്കാനും അതിനെ ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം ആ സാഹചര്യത്തെ നേരിടാനും കഴിയുമെന്ന് ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ് അവിടെ. നമഃശിവായ. ഇനിയും അടുത്ത ചാപ്റ്ററുകളുടെ വളരെ ലളിതമായ ആഖ്യാനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഓം അമൃതേശ്വരിയെ നമഃ. ഈ വാക്കുകൾ ഞാൻ എൻ്റെ ഭഗവാന്റെ തൃപാദങ്ങളെ സമർപ്പിക്കുന്നു.